Hi dears, welcome back. This is 21st part of our online class for informatics. Yes, we have been discussing output devices from the second module, Introduction to Hardware. കഴിഞ്ഞ ക്ലാസ്സിൽ മോണിറ്ററിനെ കുറിച്ചാണ് നാം പറഞ്ഞത്. CRT, LCD monitors, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നാം പറഞ്ഞു. In this video, we are going to discuss computer speaker and printer with its different types. കമ്പ്യൂട്ടർ സ്പീക്കർ നമുക്കറിയാവുന്നതുപോലെ സൗണ്ട് ഫയലുകൾ കേൾക്കാൻ സഹായിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ മോണിറ്ററുകളുടെയൊക്കെ സൈഡുകളിലായി നാം വെക്കുന്ന ഏകദേശം ഒരു 10-15 സെന്റിമീറ്ററൊക്കെ ഹൈറ്റുള്ള സൗണ്ട് ബോക്സുകളാണ്. ഇനി ലാപ്ടോപ്പിലാണെങ്കിൽ കീബോർഡുകളുടെയൊക്കെ മുകളിലും മറ്റൊക്കെയായി ഓൾറെഡി ഇൻബിൽറ്റ് ആയി തന്നെ കമ്പ്യൂട്ടർ സ്പീക്കറുകൾ നമുക്ക് കാണാം. അതുപോലെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ CPU-ന്റെ ഒക്കെ കേസിന്റെ അകത്ത് ഒരു ചെറിയ സ്പീക്കർ നമുക്ക് കാണാം. ഇതെല്ലാം സൗണ്ട് ഫയലുകൾ, അതായത് കമ്പ്യൂട്ടറിന്റെ അകത്തെ സൗണ്ട് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ട് സിഗ്നൽസുകൾ ഔട്ട്സൈഡ് വേൾഡിലേക്ക് എത്തിക്കുന്ന ഡിവൈസുകളാണ് ഇതൊക്കെ. Computer speaker is a output hardware device that connected to a computer to generate sound. സൗണ്ടുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറുമായി നാം കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഹാർഡ്വെയർ ഡിവൈസ് ആണ് ഒരു സ്പീക്കർ എന്നത്. Computer speakers or multimedia speakers are speakers external to a computer that disable lower fidelity built-in speaker. കമ്പ്യൂട്ടർ സ്പീക്കർ എന്നാൽ ഒരു മൾട്ടിമീഡിയ സ്പീക്കർ എന്നാൽ കമ്പ്യൂട്ടറുമായി നാം എക്സ്റ്റേണലി ആയി കണക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇത് ലോ ഫിഡിലിറ്റി ഉള്ള സ്പീക്കേഴ്സ്, ലോ മ്യൂസിക് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള സ്പീക്കറുകൾ പ്ലേ ചെയ്യുന്നത് ഡിസേബിൾ ചെയ്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സൗണ്ടുകൾ പുറത്തുവിടുന്ന സ്പീക്കറുകളാണ് കമ്പ്യൂട്ടർ സ്പീക്കേഴ്സ്. ആൻഡ് ദേ ഓഫൺ ഹാവ് എ ലോ പവർ ഇന്റേണൽ ആംപ്ലിഫയർ. ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സ്പീക്കേഴ്സിന്റെ അകത്ത് ഒരു ലോ പവർ ആംപ്ലിഫയറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആംപ്ലിഫയർ നമുക്കറിയാം, ലോ പവർ സൗണ്ട് തരംഗങ്ങളെ അതിന്റെ ശബ്ദം വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്തരം ആംപ്ലിഫയറുകളാണ്. അതുകൊണ്ടാണ് ഇത്തരം സ്പീക്കേഴ്സുകൾ നമ്മൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള വോൾട്ടേജ് കൂടിയ സൗണ്ട് നമുക്ക് ലഭിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടർ സ്പീക്കർ റേഞ്ച് വൈഡ്ലി ഇൻ ക്വാളിറ്റി ആൻഡ് ഇൻ പ്രൈസ്. കമ്പ്യൂട്ടറിന്റെ സ്പീക്കറുകളിൽ നിന്ന് വ്യത്യസ്തമായ ക്വാളിറ്റി ഉള്ളതും ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യസ്തമായ പ്രൈസുകളുള്ളതും ഇന്ന് ലഭ്യമാണ്. Then the computer speaker typically packaged with the computer system or small plastic boxes with mediocre sound quality, and more sophisticated computer speaker may have a sound buffer unit to enhance bass output. കമ്പ്യൂട്ടർ സ്പീക്കേഴ്സ് ഒരു പാക്കേജ് ആയിട്ടാണ്, ഒരു സെറ്റ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പൊ അതിൽ ആംപ്ലിഫയർ, സൗണ്ട് പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സെറ്റ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ മെച്ചപ്പെട്ട ക്വാളിറ്റി ഉള്ള കമ്പ്യൂട്ടർ സ്പീക്കേഴ്സുകളിൽ സബ് വൂഫറും കൂടി ഉണ്ടാവാറുണ്ട്. അതായത് ലൗഡ് സ്പീക്കറുകൾ, അതായത് ലോ ഫ്രീക്വൻസി സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ലോ ബാസ് സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്പീക്കറുകൾ, ലൗഡ് സ്പീക്കറും കൂടെ ഉണ്ടാകാറുണ്ട്. Then some computer display have rather basic computer built-in. Laptops comes with integrated speaker which produce low quality sound. ചില കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ കൂടെ ബേസിക് സ്പീക്കേഴ്സുകൾ ഇൻബിൽറ്റ് ആയി തന്നെ ഉണ്ടാവാറുണ്ട്. ലാപ്ടോപ്പുകളിലും ഇത്തരം ലോ ക്വാളിറ്റി ഉള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീക്കറുകൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് അത് നിർമ്മിക്കുമ്പോൾ തന്നെ കീബോർഡിന്റെയൊക്കെ മറ്റു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് സ്പീക്കറിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രിന്റേഴ്സ്. ഔട്ട്പുട്ട് ഡിവൈസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് പ്രിന്റേഴ്സ്. ഇന്ന് നാം കാണുന്ന ബുക്സ്, പത്രങ്ങൾ, ന്യൂസ് പേപ്പേഴ്സ്, മറ്റു പ്രിന്റഡ് മീഡിയകളൊക്കെ കമ്പ്യൂട്ടറിന്റെ പ്രിന്റഡ് ഡിവൈസുകളുടെ റിസൾട്ടുകളാണ്. വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിന്റേഴ്സ്. Printers are output devices which produce hard copy or permanent human readable text and graphics of a documents stored in electronic form, usually on physical print media such as paper or transparencies. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇലക്ട്രോണിക് ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ഡോക്യുമെന്റ്സുകൾ, അതായത് വേർഡ് ഫയൽ, PDF, എക്സൽ ഫയൽ, ഇമേജ് രൂപത്തിലൊക്കെ സ്റ്റോർ ചെയ്യപ്പെട്ട ഫയലുകൾ
അത് ഹാർഡ് കോപ്പികളാക്കി മാറ്റുന്ന ഡിവൈസുകളാണ് പ്രിന്റേഴ്സ്. അതായത് പെർമനന്റ് ഹ്യൂമൻ റീഡബിൾ ടെക്സ്റ്റ് ഓർ ഗ്രാഫിക്സ്. കമ്പ്യൂട്ടറിന്റെ അകത്തിലെ ഇലക്ട്രോണിക് ഫോമിലുള്ള ഡോക്യുമെന്റ്സുകൾ, സോഫ്റ്റ് കോപ്പികൾ. ഈ സോഫ്റ്റ് കോപ്പികൾ ഒരിക്കലും പെർമനന്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ മറ്റു ഏത് രൂപത്തിലേക്ക് അത് മാറ്റാവുന്നതാണ്. എന്നാൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഇത്തരം ഹാർഡ് കോപ്പികൾ അത് പെർമനന്റ് ആണ്. ഈ പ്രിന്റ് ചെയ്യപ്പെട്ടതിലെ ടെക്സ്റ്റുകൾ, എഴുത്തുകൾ, അക്ഷരങ്ങൾ മറ്റു കാര്യങ്ങളാക്കി മാറ്റാൻ ഇനി പ്രയാസമാണ്. മാത്രമല്ല ഇവ ഹ്യൂമൻ റീഡബിൾ ആണ്, നമുക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ടെക്സ്റ്റുകളും ഇമേജുകളും ആയിട്ടാണ് പ്രിന്റേഴ്സ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവ പേപ്പർ അല്ലെങ്കിൽ ഗ്ലാസ് പോലത്തെ ട്രാൻസ്പാരൻസി ഷീറ്റുകളിലേക്കൊക്കെയാണ് സാധാരണ ഇത്തരം പ്രിന്റേഴ്സുകൾ, ഇങ്ങനെയുള്ള ടെക്സ്റ്റുകളും ഗ്രാഫിക്സുകളൊക്കെ പ്രിന്റ് ചെയ്യപ്പെടുന്നത്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള പ്രിന്റഡ് ഡോക്യുമെന്റ്സിൽ നമുക്ക് ടച്ച് ചെയ്യാനും പോർട്ട് ചെയ്യാനും ഒക്കെ വളരെ സൗകര്യമാണ്. Many printers are peripheral device. That means these devices are outside of computer system. കമ്പ്യൂട്ടറിന്റെ എക്സ്റ്റേണൽ ഡിവൈസായി ഉപയോഗിക്കുന്ന ഭാഗമാണ്. ബേസിക്കലി കമ്പ്യൂട്ടറിന്റെ ഭാഗമല്ലാതെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഇനി ഈ കമ്പ്യൂട്ടറും പ്രിന്റേഴ്സും സാധാരണ കണക്ട് ചെയ്യുന്നത് പ്രിന്റർ കേബിളുകൾ ഉപയോഗിച്ചാണ്. അതല്ലെങ്കിൽ USB കേബിളുകൾ ഇന്ന് അവൈലബിൾ ആണ്. മെമ്മറി സ്റ്റിക്സുകളും മെമ്മറി കാർഡുകളും ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റ് ചെയ്യാനുള്ള ഡാറ്റകളെ പ്രിന്ററിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധ്യമാണ്. ഇന്ന് അതിൽ കുറച്ചുകൂടി അപ്ഡേഷൻ വന്ന് നെറ്റ്വർക്ക് പ്രിന്റേഴ്സ് അവൈലബിൾ ആണ്. അത് നെറ്റ്വർക്ക് ഇന്റർഫേസ് ഉപയോഗിച്ചുകൊണ്ട്, വയർലെസ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിനകത്തെ ഡാറ്റകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്ററിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല ചില പ്രിന്റേഴ്സുകളിൽ ഇന്ന് സ്കാനറിന്റെ ഫംഗ്ഷൻ കൂടി ലഭ്യമാണ്. അതായത് സ്കാനറും പ്രിന്ററും ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഫാക്സ് മെഷീനും പ്രിന്ററും ഒരുമിച്ച് ഒറ്റ ഡിവൈസ് ആയിക്കൊണ്ട് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രിന്ററിനോട് കൂടെ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള സൗകര്യം ഇന്ന് ചില പ്രിന്ററുകളിൽ കാണാവുന്നതാണ്. ഇത്തരം പ്രിന്റർ ഡിവൈസുകളിൽ പ്രിന്റിംഗ് അല്ലാത്ത സേവനങ്ങൾ, അതായത് സ്കാനിംഗ്, ഫോട്ടോ കോപ്പിംഗ്, ഫാക്സിംഗ് തുടങ്ങിയ ഫീച്ചേഴ്സും കൂടി ലഭ്യമാകുന്ന പ്രിന്ററുകൾക്ക് മൾട്ടിഫിക്കേഷൻ പ്രിന്റേഴ്സ് ഓർ ഓൾ ഇൻ വൺ പ്രിന്റേഴ്സ് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് പറയാനുള്ളത്, ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ്. ഏത് ഇലക്ട്രോണിക് ഡിവൈസിനെ പോലെ തന്നെ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിലൊരുപാട് മാറ്റങ്ങൾ, അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിന്റേഴ്സുകളിലും അതിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ഫീച്ചേഴ്സുകൾ വ്യത്യസ്തമായി ഒരുപാട് അപ്ഡേഷൻ ഇന്ന് കാണാവുന്നതാണ്. പ്രിന്റേഴ്സ് അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിക്ക് അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് ടെക്നോളജീസ് ഇന്ന് ഓരോ പ്രിന്ററുകളിലും അവൈലബിൾ ആണ്. അതനുസരിച്ച് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇമേജുകളുടെ, ടെക്സ്റ്റുകളുടെ ഒക്കെ ക്വാളിറ്റികളിൽ വ്യത്യാസമുണ്ട്. അതുപോലെ പ്രിന്റിംഗ് സ്പീഡുകൾക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ അതിന്റെ കോസ്റ്റുകൾക്കും അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന നോയ്സുകൾക്കെല്ലാം വ്യത്യാസമുണ്ട്. യെസ്, ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ്. ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഒറ്റനോട്ടത്തിലൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാം. പ്രധാനമായും പ്രിന്റേഴ്സുകളെ രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇമ്പാക്ട് പ്രിന്റേഴ്സ്, ദെൻ മോഡേൺ പ്രിന്റേഴ്സ്. ഇമ്പാക്ട് പ്രിന്റേഴ്സിൽ വരുന്നതാണ് ഒന്ന് ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ്, ദെൻ ഡൈസി വീൽ പ്രിന്റേഴ്സ്, ദെൻ ലൈൻ പ്രിന്റേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് മോഡേൺ പ്രിന്റേഴ്സ്. അതിൻ്റെ കീഴിൽ പ്രധാനമായും 5 തരത്തിലുള്ള പ്രിന്റേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ട്യൂൺ ബേസ്ഡ് പ്രിന്റേഴ്സ്, ദെൻ ലിക്വിഡ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ്, ദെൻ സോളിഡ് ഇങ്ക് പ്രിന്റേഴ്സ്, ഡേ സബ്ലിമേഷൻ പ്രിന്റേഴ്സ്, ദെൻ ഇങ്ക്ലെസ് പ്രിന്റേഴ്സ്. ഇവിടെ ഫസ്റ്റ് കാറ്റഗറി ആയ ട്യൂൺ ബേസ്ഡ് പ്രിന്റേഴ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ ലേസർ പ്രിന്റേഴ്സ്, ദെൻ സെക്കൻഡ് വൺ LED പ്രിന്റർ. ദെൻ ബി കാറ്റഗറിയിൽ വന്ന ലിക്വിഡ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ തെർമൽ പ്രിന്റേഴ്സ്, സെക്കൻഡ് വൺ പീസോ ഇലക്ട്രിക് പ്രിന്റേഴ്സ്, ദെൻ തേർഡ് വൺ കണ്ടിന്യൂസ് പ്രിന്റേഴ്സ്. ദെൻ സി സോളിഡ് പ്രിന്റേഴ്സ്, then day sublimation printers, fifth one inkless printers. അതിൽ വരുന്നത് thermal printers and UV printers. അപ്പോൾ ഈ ഒരു പ്രിന്റേഴ്സിനെ ഇനി അല്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഒരു പ്രിന്റിംഗ് മെക്കാനിസം ആണ്. അതായത് പ്രിന്റ് ചെയ്യപ്പെടേണ്ട പേപ്പറുകളിലും അതിനോടനുബന്ധിച്ചുള്ള റിബണുകളിലേക്കും ധാരാളം പിന്നുകളിലൂടെ അല്ലെങ്കിൽ ഹാമർ വന്ന് അടിക്കുന്നതിലൂടെ ആ പേപ്പറിൽ ചില ലെറ്റേഴ്സുകൾ, ചിത്രങ്ങൾ വന്ന് പതിയുന്നതാണ് ഇമ്പാക്ട് പ്രിന്റിംഗ് ടെക്നോളജി. ഇവിടെ പേപ്പറുകളിൽ ഹാമറോ പിന്നുകളും വന്ന് അടിക്കുമ്പോൾ
അതിലെ പിന്നുകളിലെ ഡോട്ടുകളിലെ മഷികൾ അക്ഷരങ്ങൾക്കും ചിത്രങ്ങൾക്കും ആനുപാതികമായി പേപ്പറിൽ വന്ന് പതിയുന്നു. അതല്ലെങ്കിൽ ചില വീലുകൾ കറങ്ങുന്നതിനനുസരിച്ച് ഡയറക്റ്റ് ചെയ്യപ്പെട്ട അക്ഷരങ്ങളിലെ മഷികൾ ആ പേപ്പറിൽ വന്ന് പതിയുന്നു. ഇങ്ങനെ പേപ്പറുകളിൽ, റിബണുകളിൽ ഹാമറുകളും പിന്നുകളും വന്ന് പതിയുന്നത് ഫലമായി ചിത്രങ്ങളും എഴുത്തുകളും രൂപപ്പെടുന്നതാണ് ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഈ ഇമ്പാക്ട് പ്രിന്റിംഗ് ടെക്നോളജിയാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ്, അതുപോലെ ഡെയ്സി വീൽ പ്രിന്റേഴ്സ്, ദെൻ ലൈൻ പ്രിന്റേഴ്സ് തുടങ്ങിയ പ്രിന്ററുകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. Some of the impact printers which were in common use are discussed below. ഇമ്പാക്ട് പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് പ്രിന്റിംഗ് നടത്തുന്ന ചില പ്രിന്ററുകളെ കുറിച്ച് നമുക്ക് പറയാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡോട്ട് മാട്രിക്സ് ഇമ്പാക്ട് ക്യാരക്ടർ പ്രിന്റർ ഓർ ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ്. ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ് നേരത്തെ പറഞ്ഞ ഇമ്പാക്ട് പ്രിന്റേഴ്സിൽ പെട്ടതാണ്. അതായത് പിന്നുകൾ, ഹാമറുകൾ വന്ന് പതിയുന്നത് മൂലം ഉണ്ടാകുന്ന അക്ഷരങ്ങളും ചിത്രങ്ങളും പേപ്പറിൽ പതിയുന്ന രീതിയാണ്. ഇവിടെ ഒരു പ്രത്യേക ഓർഡറുകളിലായി ഡോട്ടുകൾ പേപ്പറിൽ വന്ന് പതിയുന്നു. അങ്ങനെ അത് ക്രമേണ അക്ഷരങ്ങളും ചിത്രങ്ങളുമായി മാറുകയാണ്. ഇങ്ങനെ പ്രത്യേക ഓർഡറുകളിൽ വന്ന് പതിയുന്ന ഡോട്ടുകളിലൂടെ അക്ഷരങ്ങളും ചിത്രങ്ങളുമായി രൂപപ്പെടുത്തുന്ന പ്രിന്റേഴ്സുകളാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ്. Dot matrix printers print each character as a pattern of dots. The print head comprises a matrix of tiny needles, typically 7 rows with 9 needles in each, which hammers out of the characters in a form of tiny dots. The dot pattern of each character is obtained from the information held electronically in the printer. നേരത്തെ പറഞ്ഞതുപോലെ ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സുകളിൽ വ്യത്യസ്തങ്ങളായ ഡോട്ടുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ലെറ്ററുകളും അല്ലെങ്കിൽ ചിത്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ കൂടുതൽ ഡോട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും ആ ചിത്രങ്ങൾക്കും അക്ഷരങ്ങൾക്കും. ഇവിടെ പേപ്പറുകളിൽ അല്ലെങ്കിൽ റിബണുകളിൽ വന്ന് പതിയുന്ന ഹെഡ്, ആ ഹെഡിൽ ധാരാളം ടൈനി നീഡിൽസുകൾ ഉണ്ട്. സാധാരണ 7 റോകളാണ് അതിലുണ്ടാകുക. ഓരോ റോയിലും കുത്തനെ നമുക്ക് 9 നീഡിൽസിൽ കാണാം. ഇവിടെ നാം ചിത്രത്തിൽ കാണുന്നത് പോലെ എച്ച് എന്ന ലെറ്റർ പ്രിന്റ് ചെയ്യുന്നതിന് ആദ്യത്തെ റോയിൽ തന്നെ 9 ഡോട്ട്സുകളായി ഇങ്ക് വന്ന് പതിയുന്നു. എന്നാൽ തൊട്ടടുത്ത റോയിൽ കേവലം ഒരു ഡോട്ട് മാത്രമാണ് വന്ന് പതിയുന്നത്. ഇങ്ങനെ അക്ഷരങ്ങൾക്കനുസരിച്ച് ഡോട്ടുകൾ വ്യത്യസ്തമായ ഓർഡറുകളിൽ, വ്യത്യസ്തമായ ദിശകളിൽ വന്ന് പതിയുന്നു. ഇങ്ങനെയാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ കൂടുതൽ ഡോട്ടുകൾ വന്ന് പതിയുന്ന സമയത്ത് അത് ആ ചിത്രങ്ങൾക്കും ലെറ്റേഴ്സിനും കൂടുതൽ ക്ലാരിറ്റി നമുക്ക് കാണാം. ഇങ്ങനെ പ്രിന്റേഴ്സിനകത്ത് ഇലക്ട്രോണിക്കലി സേവ് ചെയ്യപ്പെട്ട ഇൻഫർമേഷനിൽ നിന്നാണ് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളും അക്ഷരങ്ങളും രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഡോട്ടുകൾ വന്ന് പതിയുന്നത്. ഇവിടെ സാധാരണ ഒരു ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സിൽ ഒരു സെക്കൻഡിൽ 300 മുതൽ 600 വരെ ക്യാരക്ടേഴ്സ് വരെ പ്രിന്റ് ചെയ്യാൻ സാധ്യമാകുന്നു. ഇതിനെയാണ് ഒരു ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സിന്റെ വേഗതയായി കണക്കാക്കുന്നത്. അധിക ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സും ബൈ ഡയറക്ഷനിലാണ്. അതായത് പ്രിന്റിംഗ് നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് നിന്ന് റൈറ്റ് ഭാഗത്തേക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈന് ആ റൈറ്റ് ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് ഭാഗത്തേക്കാണ് അതിന്റെ ഹെഡ് ചലിക്കുന്നത്. ഇതിനെയാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ഈ ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ് ആണ് ഒരു കാലത്ത് വീടുകളിലെയും അതുപോലെ ഓഫീസുകളിലെയും ഒക്കെയുള്ള ജനറൽ ആവശ്യങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ ഹെഡുകളിൽ 9 മുതൽ 24 പിന്നുകൾ വരെ ഉണ്ടായിരുന്നു. അതായത് ഒരു ലെറ്റർ തന്നെ പ്രിന്റ് ചെയ്യാൻ ചില ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സിൽ 9 ഡോട്ടുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ, എന്നാൽ ചില പ്രിന്റേഴ്സുകളിൽ ആ സെയിം അക്ഷരം പ്രിന്റ് ചെയ്യുന്നതിന് 24 ഡോട്ടുകൾ വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ 24 പിന്നുകൾ ഉൾക്കൊള്ളുന്ന ഹെഡുള്ള പ്രിന്റേഴ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലെറ്ററുകൾക്കും ചിത്രങ്ങൾക്കും ക്വാളിറ്റി കൂടുതലായിരിക്കുമെന്ന് നമുക്കറിയാം. ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ് ഇന്നും ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു. പ്രത്യേകിച്ചും പ്രിന്റിംഗ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭിക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ക്യാഷ് രജിസ്റ്റർ പോലത്തെ അത്ര ക്വാളിറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും, അതുപോലെ ഇൻവോയ്സ് പോലത്തെ വളരെ കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിലൊക്കെയും ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഡെയ്സി വീൽ പ്രിന്റേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പാക്ട് പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു പ്രിന്ററാണ് ഡെയ്സി വീൽ പ്രിന്റർ. ഡെയ്സി വീൽ പ്രിന്റർ. ഡെയ്സി വീൽ പ്രിന്റർ എന്നാൽ ഡെയ്സി ഫ്ലവേഴ്സിന് സമാനമായ വീലുകളുടെ സഹായത്തോടു കൂടി പ്രിന്റിംഗ് ചെയ്യുന്നതാണ് ഡെയ്സി വീൽ പ്രിന്റർ.
Yes, Daisy Wheel printer is a solid font impact letter quality character printer. The Daisy Wheel printer is so named because the print heads resembles the daisy flower with printing arms appearing like petals of daisy flower. ഇവിടെ ഡൈസി വീൽ പ്രിന്റേഴ്സുകളിൽ ഉപയോഗിക്കുന്ന വീലിന്റെ പെറ്റൽസിന്റെ അഗ്രഭാഗത്ത് സോളിഡ് ലെറ്ററുകളുടെ അച്ചുകളുണ്ട്. അത് നാം കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ചില ക്യാരക്ടേഴ്സ് മാത്രം പേപ്പറിൽ പതിയുകയും അങ്ങനെ ആ ലെറ്റർ മാത്രം പ്രിന്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. Yes, the daisy wheel printer uses metal or plastic disc with petals as its wheels, and there are numbers, letters, and other characters in petals. And the daisy wheels is so named because the wheels looks like a daisy flower. ഈ പ്രിന്ററിന് ഡൈസി വീൽ എന്ന പേര് വരാനുള്ള കാരണം പേപ്പറിന്റെ ഭാഗത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന അതിന്റെ ഹെഡ്സ് ഡൈസി ഫ്ലവറിന് സാദൃശ്യമാണ്. അതിന്റെ വീലിലെ പെറ്റൽസുകൾ ഡൈസി ഫ്ലവറിന്റെ പെറ്റൽസിനെ പോലെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന ചെറിയ രൂപമാണ്. എ മോട്ടോർ സ്പിൻസ് ദ വീൽ അറ്റ് റാപ്പിഡ് റേറ്റ്. When the desired characters spin to correct position, a print hammer strikes it to produce the output. ഈ വീൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മോട്ടോർ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായി ഈ വീൽ വളരെ വേഗത്തിൽ കറങ്ങുകയും ഈ വീൽസിന്റെ പെറ്റൽസിലെ അഗ്രഭാഗത്തുള്ള ലെറ്റേഴ്സ് ആ പേപ്പറിൽ പ്രിന്റ് ചെയ്യപ്പെടേണ്ട കറക്റ്റ് പൊസിഷനിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുകയും അങ്ങനെ ആ ലെറ്റേഴ്സ് അതിൽ പതിയുകയും ചെയ്യുന്നു. ഡൈസി വീൽ പ്രിന്റേഴ്സ് ഉപയോഗിക്കുന്നത് താരതമ്യേന ക്വാളിറ്റി പ്രിന്റിംഗ് ആവശ്യമാകുന്ന സന്ദർഭങ്ങളിലാണ്. ഡൈസി വീൽ പ്രിന്റേഴ്സ് ആർ യൂസ്ഡ് where good quality printing is needed. And the disadvantage of this daisy wheel printer is it is much slower compared to dot matrix printer. നേരത്തെ നാം പറഞ്ഞ ഡോട്ട് മാട്രിക്സ് പ്രിന്ററുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രിന്റിംഗ് സ്പീഡ് കുറവാണ്. And another, it is costlier than dot matrix printers and its font is of fixed type and it cannot print graphics. ഡോട്ട് മാട്രിക് പ്രിന്ററുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് താരതമ്യേന ചെലവ് കൂടുതലാണ്. അതോടൊപ്പം വളരെ ഫിക്സ്ഡ് ടൈപ്പ് ഓഫ് ഫോണ്ട് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയത്. ഇതിൽ ലെറ്റേഴ്സുകൾ മാത്രമാണ് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഗ്രാഫിക്സുകൾ, ചിത്രങ്ങൾ ഇതിൽ പ്രിന്റ് ചെയ്യാൻ കഴിയില്ല എന്നത് ഇതിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. താരതമ്യേന നോയ്സി ആണ് എന്നതും ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയി പറയപ്പെടുന്നു. നെക്സ്റ്റ്, ലൈൻ പ്രിന്റേഴ്സ്. ലൈൻ പ്രിന്റേഴ്സ് എന്നാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ലൈൻ മുഴുവനായി ഒരു സമയത്ത് പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന പ്രിന്റേഴ്സുകളാണ്. നേരത്തെ നാം കണ്ട പ്രിന്റേഴ്സുകളിലൊക്കെ ഒരു സമയത്ത് ഒരു ലെറ്റർ മാത്രമാണ് പതിയുന്നത്. എന്നാൽ ഇവിടെ ഒരു ലൈൻസിലെ എല്ലാ ലെറ്ററുകളും ഒരേ സമയത്ത് പതിഞ്ഞുകൊണ്ടാണ് പ്രിന്റിംഗ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രിന്റേഴ്സിനെയാണ് ലൈൻ പ്രിന്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ടു പ്രിൻസിപ്പൽ ഡിസൈൻസ് ആർ എക്സിസ്റ്റഡ് ഇൻ ദിസ് കാറ്റഗറി. ഇങ്ങനെ ഒരു സമയത്ത് തന്നെ ഒരു ലൈൻ മുഴുവനായി പ്രിന്റ് ചെയ്യുന്ന രണ്ട് പ്രധാനമായ പ്രിന്റേഴ്സുകളാണ് അവൈലബിൾ ആയത്. First one, drum printers. Here in drum printers, the characters are etched in physical drum. ഇവിടെ നാം കാണുന്നത് പോലെ ഒരു ഫിസിക്കൽ ഡ്രമ്മിൽ എല്ലാ ലെറ്റേഴ്സും ഒരു പ്രത്യേക ഓർഡറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. The drum rotates at very high speed and the characters are printed by activating the hammer. ഇവിടെ ഈ പ്രിന്റർ വളരെ വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന പേപ്പറിന്റെ മറുഭാഗത്തായി ഒരു ഹാമർ സ്ട്രൈക്ക് ചെയ്യുന്നു. അത് ഫലമായി പേപ്പറുകളിൽ നമുക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സ് പതിയുന്നു. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ചെയിൻ പ്രിന്റേഴ്സ്. Yes, chain printer is one of the fastest printer compared to drum printers. And here print chain is used for printing. ധാരാളം ലെറ്റേഴ്സുകളുള്ള പ്രിന്റ് ചെയിനാണ് പ്രിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് ദർ ആർ മെനി സെക്ഷൻസ് ഇൻ പ്രിന്റ് ചെയിൻ. ഈച്ച് സെക്ഷൻസ് കണ്ടെയ്ൻസ് കംപ്ലീറ്റ് ലെറ്റേഴ്സ്, ലോട്ട് ഓഫ് ലെറ്റേഴ്സ്. അങ്ങനെ ധാരാളം ലെറ്റേഴ്സുകളുള്ള ഈ പ്രിന്റ് ചെയിൻ റൊട്ടേറ്റ് അറ്റ് വെരി ഹൈ സ്പീഡ്. വളരെ ഹൈ സ്പീഡിൽ അതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന പേപ്പറിന്റെ ബാക്ക് സൈഡിലുള്ള ഹാമറുകൾ ആവശ്യത്തിനനുസരിച്ച് പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ പേപ്പറുകളിൽ ലെറ്ററുകൾ പതിയുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ്. Yes, in chain printers, also known as in train printers, characters set is arranged multiple times around a chain that travel horizontally past the print line. നേരത്തെ പറഞ്ഞതുപോലെ പ്രിന്റ് ചെയിനാണ് ഇവിടെ പ്രിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഒരു ലെറ്റർ തന്നെ ധാരാളം തവണ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ ഈ പ്രിന്റ് ചെയിൻ ഹോറിസോണ്ടലി ആയി ഇങ്ങനെ കറങ്ങുന്നു.
And in either case, hammer strike against the back of the paper and the paper presses forward against the ribbon, which then presses against the character form and the impression of the character form is printed onto the paper. അങ്ങനെ ഇത് വളരെ വേഗത്തിൽ കറങ്ങുന്ന സമയത്ത് പേപ്പറിന്റെ ബാക്ക് ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഹാർമറുകൾ ഫ്രണ്ട് ഭാഗത്തേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ പേപ്പറുകൾ ആ ലെറ്റേഴ്സ് മാത്രമായി പതിയുന്നു. Yes, line printers were the fastest of all impact printers and were used for bulk printing in large computer centers and have now been replaced by high-speed laser printers. നേരത്തെ നാം പറഞ്ഞ ഡ്രം പ്രിന്ററിനേക്കാളും മറ്റു ഇമ്പാക്റ്റ് പ്രിന്റേഴ്സിനേക്കാളൊക്കെ ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന, കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളം ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററാണ് ലൈൻ പ്രിന്റേഴ്സ്. മോഡേൺ പ്രിന്റേഴ്സ് എന്നാൽ മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റിംഗ് നടത്തുന്ന ഡിവൈസുകളാണ് മോഡേൺ പ്രിന്റേഴ്സ്. അതായത് ആൻഡ് വിത്തൗട്ട് ബാങ്ങിങ് എ റിബൺ ഓൺ ടു പേപ്പർ, പേപ്പറുകളിൽ റിബൺ വന്ന് അടിക്കാതെ അത്തരത്തിലുള്ള ടെക്നോളജികൾക്ക് പകരമായി ലേറ്റസ്റ്റ് ടെക്നോളജികളാണ് മോഡേൺ പ്രിന്റേഴ്സുകൾ ഉപയോഗിച്ചു വരുന്നത്. ഇമ്പാക്റ്റ് പ്രിന്റേഴ്സിൽ ഇങ്ക് റിബണും പ്രിന്റ് ചെയ്യപ്പെടേണ്ട പേപ്പറും തമ്മിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം ഡയറക്റ്റ് കോണ്ടാക്ട്സുകൾ ഇല്ലാത്ത, താരതമ്യേന ഇമ്പാക്റ്റ് പ്രിന്റേഴ്സിനേക്കാൾ ശാന്തമായ, സൗണ്ട്ലെസ് ആയ, മെയിൻ്റനൻസ് കുറവായ ഏറെ മെച്ചപ്പെട്ട പ്രിന്റേഴ്സുകളാണ് മോഡേൺ പ്രിന്റേഴ്സ്. ഇവിടെ മോഡേൺ പ്രിന്റേഴ്സിന് കീഴിലുള്ള ചില പ്രിന്ററുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ട്യൂണർ ബേസ്ഡ് പ്രിന്റേഴ്സ്. ട്യൂണർ ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റിംഗ് നടത്തുന്ന ഡിവൈസുകളാണ് ട്യൂണർ ബേസ്ഡ് പ്രിന്റേഴ്സ്. ട്യൂണർ ഇസ് എ ഡ്രൈ പൗഡറി സബ്സ്റ്റൻസ്. ഡ്രൈ പൗഡർ ആണ്, ഒരു പൊടിയാണ്. പ്രിന്ററിനകത്തെ ഈ ട്യൂണറിനെ ഹീറ്റ് നൽകിയോ മറ്റോ അതിനെ ഇളക്കി പിന്നീട് പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യപ്പെടുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹിയർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ട്യൂണർ ബേസ്ഡ് പ്രിന്റർ ഈസ് ലേസർ പ്രിന്റർ. ട്യൂണർ ബേസ്ഡ് പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്ന പ്രിന്ററാണ് ലേസർ പ്രിന്റർ. ഹിയർ ദ ലേസർ ബീം ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ ഇമേജ് ഓൺ ഡ്രം. ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യപ്പെടേണ്ട ഇമേജുകൾ അല്ലെങ്കിൽ ലെറ്ററുകളൊക്കെ ലേസർ ബീം ഉപയോഗിച്ച് ഒരു ഡ്രമ്മിൽ പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെ ഈ ഡ്രമ്മിൽ ലേസർ ബീം പതിയുന്നത് ഫലമായി അതിന് ചാർജ് ലഭിക്കുന്നു. ഈ ഡ്രം സമീപത്തുള്ള ട്യൂണറുമായി വർക്ക് ചെയ്ത് ആ ട്യൂണറിലെ ഡ്രൈ പൗഡർ പേപ്പറുകളിൽ അക്ഷരങ്ങളായി, ചിത്രങ്ങളായി പതിയുന്നു. ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി. ലേസർ പ്രിന്റർ. A laser printer is a printer that uses a focused beam or light to transfer text and image onto paper. നേരത്തെ പറഞ്ഞതുപോലെ ലേസർ പ്രിന്ററുകളിൽ ലൈറ്റുകളോ ലേസർ ബീമുകളോ ആണ് പേപ്പറുകളിലേക്ക് ഇമേജുകളും ടെക്സ്റ്റുകളും പ്രതിഫലിപ്പിക്കാൻ സഹായിക്കുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി and heat is used to bond tuner powder to the page. Dry tuner powder produces a print. ഇലക്ട്രിസിറ്റിയോ അതുപോലെ ഹീറ്റുകളോ ആണ് ഈ ട്യൂണർ പൗഡറിനെ പേജുമായി കണക്ട് ചെയ്ത് ചേർത്ത് നിൽക്കാൻ, ഒട്ടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. ഈ ബീമുകളുടെയും ലൈറ്റുകളുടെയും ഒക്കെ സഹായത്താൽ ഡ്രൈ ട്യൂണർ പൗഡറാണ് പിന്നീട് പേജുകളിൽ ചിത്രങ്ങളും എഴുത്തുകളുമായി വരുന്നത്. ഇത് ഉപയോഗിക്കുന്നത് കോമൺലി യൂസ്ഡ് ബൈ സ്മോൾ മീഡിയം സൈസ്ഡ് ബിസിനസ് ആൻഡ് സ്കൂൾസ്. സ്കൂൾസുകളിലും അതുപോലെ ചെറിയ അളവിലൊക്കെ പ്രിന്റിംഗ് ആവശ്യമുള്ള ബിസിനസ് രംഗത്തൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ലേസർ പ്രിന്റർ. ഇറ്റ് ഓഫർ ഫാസ്റ്റ് പ്രിന്റ് സ്പീഡ് ആൻഡ് ഹൈ പ്രിന്റ് വോളിയം. വളരെ വേഗത്തിൽ പ്രിന്റിംഗ് നടക്കുന്നു. അതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ പ്രിന്റിംഗ് നടത്താൻ ഇതുവഴി സാധ്യമാണ്. ട്യൂണർ കാർട്രിഡ്ജസ് ടെൻഡ് ടു ലാസ്റ്റ് ലോങ്ങർ ദാൻ മോസ്റ്റ് ഇങ്ക് കാർട്രിഡ്ജസ്. കാർട്രിഡ്ജസ് എന്നാൽ ട്യൂണറിന്റെ ബോക്സുകൾക്കാണ്, ട്യൂണർ നിറക്കപ്പെട്ട ബോക്സുകൾ. അത് ഇങ്ക് കാർട്രിഡ്ജസിനേക്കാൾ കൂടുതൽ ലോങ് ലൈഫ് കിട്ടുന്നത്, കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് ഇത്തരം ട്യൂണർ കാർട്രിഡ്ജസ് ആണ് എന്നതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ്, ബെസ്റ്റ് ഫോർ ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്സ് ഓർ കളർ ബിസിനസ് ഡോക്യുമെന്റ്സ്. കൂടുതൽ ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യുന്നതിന് പോലെ കളർ ഡോക്യുമെന്റ്സ് പ്രിന്റിങ്ങിന് ഏറ്റവും നല്ലത് ലേസർ പ്രിന്റർ ആണ്. അതുപോലെ നോ നോയ്സി, ഹൈ ഗ്രാഫിക് റെസൊല്യൂഷൻ. മറ്റു പ്രിന്ററുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സൗണ്ട് വളരെ കുറവാണ്. അതുപോലെ അതിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾക്ക് ഹൈ ഗ്രാഫിക് റെസൊല്യൂഷൻ ഒക്കെ ഉണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ലേസർ ഈസ് ലേസർ പ്രിന്റേഴ്സ് ആൻഡ് ട്യൂണർ കാർട്രിഡ്ജസ് ആർ യൂഷ്വലി മോർ എക്സ്പെൻസീവ്. ലേസർ പ്രിന്ററുകളും ട്യൂണർ കാർട്രിഡ്ജസും ഒരുപാട് എക്സ്പെൻസീവ് ആണ്. ദെൻ കളർ ലേസർ പ്രിന്റേഴ്സ് ഡോണ്ട് പ്രിന്റ് ഫോട്ടോസ്. ഫോട്ടോസിൽ പ്രിന്റ് ചെയ്യാൻ ഇത് ഉത്തമമല്ല. Then another tuner based printer is LED printer, which uses an array of LEDs instead of a laser to cause tuner adhesion to the print drum. ട്യൂണർ ബേസ്ഡ് പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്ന മറ്റൊരു പ്രിന്ററാണ് LED പ്രിന്റർ.
പ്രിന്റ് ഡ്രമ്മിലേക്ക് ട്യൂണർ ചേർത്ത് നിർത്താൻ ഇവിടെ LED അറേസുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതാണ് ഇവിടെ പ്രധാനമായ മാറ്റം. നെക്സ്റ്റ്, ലിക്വിഡ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ്. ലിക്വിഡ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ഇവിടെ നേരത്തെ പറഞ്ഞതിലും വ്യത്യസ്തമായി ട്യൂണറിന് പകരം ഇങ്ക് നോസിൽസ്, അതായത് ഇങ്ക് ട്യൂബുകൾ, ഔട്ട്ലെറ്റുകളാണ് ഉപയോഗിക്കുന്നത്. Here the paper is printed by depositing liquid droplets of ink onto paper. ലിക്വിഡ് ഇങ്കിന്റെ ഡ്രോപ്ലെറ്റ്സുകൾ, അതിന്റെ തുള്ളികൾ പേപ്പറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ സ്പ്രേയിങ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രിന്റിംഗ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രിന്റിങ്ങിനെയാണ് ഇങ്ക്ജെറ്റ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. An inkjet printer is a computer peripheral that produces hard copy to spraying ink onto paper. പേപ്പറിലേക്ക് ഇങ്ക് സ്പ്രേ ചെയ്തുകൊണ്ട് പ്രിന്റിംഗ് നടത്തി ഹാർഡ് കോപ്പി ഉണ്ടാക്കുന്ന പ്രിന്റേഴ്സുകളാണ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ്. Inkjet printers operate by propelling variably sized droplets of liquid or molten material ink onto almost any sized page. മൗൾട്ടൺ എന്നാൽ ഉരുകിയ എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പോൾ ഉരുകിയ ഇങ്ക് അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലുള്ള വ്യത്യസ്ത സൈസുകളുള്ള ഡ്രോപ്ലെറ്റ്സുകൾ അത് നാം ആവശ്യാനുസരണം നൽകുന്ന വ്യത്യസ്ത സൈസുകളുള്ള പേജുകളിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടാണ് നൽകിക്കൊണ്ടാണ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, ഇങ്ക്ജെറ്റ് പ്രിന്റിംഗ് ഉപയോഗിക്കുന്നതിൽ വളരെ ചെലവ് കുറവാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റിംഗ് ആണ്. വിവിഡ് കളേഴ്സ് നമുക്ക് പ്രിന്റിംഗ് ചെയ്യപ്പെടുന്നു, വളരെ ഈസിയായി ഉപയോഗിക്കാൻ സാധിക്കുന്നു തുടങ്ങിയ കാരണങ്ങളാൽ സാധാരണ ജനറൽ ആവശ്യങ്ങൾക്കായി ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് വളരെ കോമൺ ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നു. ദെൻ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി, ഇൻ ഇങ്ക്ജെറ്റ് പ്രിന്റിംഗ് മെക്കാനിസം പ്രിന്റ് ഹെഡ് ഹാവ് സെവറൽ ടൈനി നോസിൽസ് ഓൾസോ കോൾഡ് ജെറ്റ്സ്. ആസ് ദ പേപ്പർ മൂവ്സ് പാസ് ദ പ്രിന്റ് ഹെഡ്, the nozzles spray ink onto it, forming the characters and images. ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിലെ ഹെഡിൽ ഒരുപാട് സെവറൽ ടൈനി നോസിൽസുകൾ, ട്യൂബ്സുകൾ അല്ലെങ്കിൽ ഷോർട്ട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അതിനെ ജെറ്റ്സ് എന്നും പറയും. അങ്ങനെ പ്രിന്റ് ഹെഡിന്റെ മുമ്പിലൂടെ പേപ്പറുകൾ പാസ് ചെയ്യുന്ന സമയത്ത് ഈ നോസിൽ നിന്ന് പേപ്പറിലേക്ക് ഇങ്കുകൾ സ്പ്രേ ചെയ്യുന്നു. അങ്ങനെ പേപ്പറുകളിൽ ഇമേജുകളും ക്യാരക്ടേഴ്സുകളും രൂപപ്പെടുന്നു. ഇങ്ങനെയാണ് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. And there are three main technologies in use in contemporary inkjet printers, that is thermal, piezoelectric and continuous. Yes, thermal inkjet printers. ഇവിടെ തെർമൽ സെൻസിറ്റീവ് പേപ്പർ ആണ് പ്രിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പേപ്പർ തെർമൽ ഹെഡിന്റെയും അതുപോലെ പ്ലേറ്റിന്റെയും ഇടയിൽ വെക്കുകയും ഈ തെർമൽ ഹെഡിൽ ഇലക്ട്രിക്കൽ കറന്റ് ലഭിക്കുന്നത് വഴി അത് ഹീറ്റ് ആകുകയും അങ്ങനെ തെർമൽ പേപ്പറിലേക്ക് ഇങ്കുകൾ സ്പ്രേ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. Yes, in a thermal inkjet paper, tiny resistors create heat, and this heat vaporizes ink to create a bubble. As the bubble expands, some of the ink is pushed out of a nozzle onto the paper. ഇവിടെ ചെറിയ റെസിസ്റ്റേഴ്സുകളാണ് തെർമൽ ഹെഡിൽ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ക് ബാഷ്പീകരിച്ച് ചെറിയ ബബിളുകൾ രൂപപ്പെടുന്നു. ഈ ബബിൾസ് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഈ നോസിൽ നിന്ന് പേപ്പറിലേക്ക് ഇങ്കുകൾ സ്പ്രേ ചെയ്യുന്നു. അങ്ങനെ പേപ്പറുകളിൽ ഇമേജുകളും ക്യാരക്ടേഴ്സുകളും രൂപപ്പെടുന്നു. ഇങ്ങനെയാണ് തെർമൽ ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. Then next, piezoelectric inkjet printers. In a piezoelectric inkjet printers, an ink-filled chamber located behind each nozzle is used instead of heating element. നേരത്തെ പറഞ്ഞതിലും വ്യത്യസ്തമായി ഹീറ്റിംഗ് എലമെന്റിന് പകരമായി നോസിൽസിന്റെ പിറകിൽ സെറ്റ് ചെയ്യപ്പെട്ട ഇങ്ക് നിറക്കപ്പെട്ട ഇങ്ക് ചേംബർ, അതായത് ഇങ്ക് നിറക്കപ്പെട്ട ഒരു അറ, അത് ഉപയോഗിച്ചാണ് ഇവിടെ പ്രിന്റിംഗ് നടത്തുന്നത്. Then when a voltage is applied, the piezoelectric material changes shape or size, which generate a pressure pulse in fluid. Then it resulted in forcing droplet of ink from the nozzle. അങ്ങനെ ഇവിടെ വോൾട്ടേജ് നൽകുന്ന സമയത്ത് ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന് ചേഞ്ചുകൾ വരുന്നു, ഷേപ്പിൽ മാറ്റങ്ങൾ വരുന്നു, അതിൻ്റെ ഒരു ഭാഗത്ത് ബെൻഡ് വരുന്നു. ഈ ബെൻഡ് കാരണമായി ഫ്ലൂയിഡിൽ പ്രഷർ വർദ്ധിക്കുന്നു. അത് ക്രമേണ നോസിൽ നിന്ന് ഇത്തരം ഇങ്ക് ഡ്രോപ്ലെറ്റുകൾ ഫോഴ്സിൽ വരാൻ കാരണമാവുകയും അത് ഈ പേപ്പറിലേക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി. Then continuous inkjet printers. In continuous inkjet
technology, a continuous stream of ink is separated into individual droplets in the print head of inkjet printer. ഇവിടെ ഇങ്ക്ജെറ്റ് പ്രിന്ററിലെ ഹെഡിന്റെ ഭാഗത്തുള്ള ഡിഫ്ലക്റ്റിംഗ് ഇലക്ട്രോഡ് എന്ന ഭാഗത്തിലൂടെ കണ്ടിന്യൂസ് ആയി ഇങ്ക് സ്ട്രീമുകൾ പാസ് ചെയ്യുന്ന സമയത്ത് അത് നാം കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഇൻഡിവിജ്വൽ ഡ്രോപ്ലെറ്റുകളായിട്ട് പ്രിന്റ് ചെയ്യപ്പെടുന്നു, പേപ്പറിലേക്ക് സ്പ്രേ ചെയ്യപ്പെടുന്നു. അതായത് ദ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഡ്രോപ്ലെറ്റ് പാസസ് ത്രൂ ദ ഡിഫ്ലക്റ്റിംഗ് ഇലക്ട്രോഡ് വേർ ദേ ആർ ഡിഫ്ലക്റ്റഡ് ഡിപ്പെൻഡിങ് ഓൺ ദിയർ ചാർജ്. ഡിഫ്ലക്റ്റിംഗ് ഇലക്ട്രോഡിൽ നമ്മൾ നൽകുന്ന ചാർജ് അനുസരിച്ച്, നാം നൽകുന്ന പ്രിന്റ് ചെയ്യപ്പെടാൻ ഡയറക്ഷൻ അനുസരിച്ച് അതിലൂടെ കണ്ടിന്യൂസ് ആയി പാസ് ചെയ്യപ്പെടുന്ന ഇങ്ക് സ്ട്രീമുകളെ കൃത്യമായ ലെറ്റേഴ്സുകളായി, ചിത്രങ്ങളായി, കളറുകളായി സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നാൽ ഡ്രോപ്ലെറ്റ്സ് വിത്തൗട്ട് എ ചാർജ് ആർ ഫെഡ് ബാക്ക് ഇൻ ടു ദ ഇങ്ക് സർക്യൂട്ട് ത്രൂ ദി ഗെറ്റർ. ചാർജ് ഡ്രോപ്ലെറ്റ്സ് ആർ പുട്ട് ഓൺ ടു ദ പേപ്പർ. ഇങ്ങനെ ചാർജ് ചെയ്യപ്പെടുന്ന, ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന ഡ്രോപ്ലെറ്റ്സുകൾ വളരെ കൃത്യമായി തന്നെ പേപ്പറിൽ ചിത്രങ്ങളായ, ലെറ്റേഴ്സുകളായി പതിക്കുകയും ചാർജ് ഇല്ലാത്ത ഡ്രോപ്ലെറ്റ്സുകൾ, തുള്ളികൾ നേരെ ആ ഇങ്ക് പോട്ടിലേക്ക് ഗട്ടറിലൂടെ ഇങ്ക് സർക്യൂട്ടിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി. അപ്പൊ ഇതുവരെ നാം പറഞ്ഞത് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിലെ ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സ് ആണ്. അതിൽ വരുന്ന 3 തരം പ്രിന്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് സോളിഡ് ഇങ്ക് പ്രിന്റേഴ്സ്. ഇവിടെ CMYK കളറുകളുടെ സോളിഡ് സ്റ്റിക്സ് ഉപയോഗിച്ച് പ്രിന്റിംഗ് നടത്തുന്നതിനെയാണ് സോളിഡ് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് സിയാൻ, മെജന്റ, യെല്ലോ ആൻഡ് ബ്ലാക്ക് ഈ കളറുകളുടെ ഒരു സോളിഡ് സ്റ്റിക്സ്. ഇവിടെ സോളിഡ് സ്റ്റിക്കിലെ സിയാൻ, മെജന്റ, യെല്ലോ, ബ്ലാക്ക് കളറുകൾ ആവശ്യാനുസരണം നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മെൽറ്റ് ചെയ്ത് പ്രിന്റഡ് ഹെഡിലേക്ക് വരുന്നു. അത് സമീപത്തുള്ള ഡ്രമ്മിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ഇങ്ങനെ ഈ ഡ്രമ്മിലൂടെ പാസ് ചെയ്യുന്ന പേപ്പറുകളിൽ പിന്നീട് ഈ ഡ്രമ്മിലെ കളറുകൾ എഴുത്തുകളായി, ഫോട്ടോകളായി, ഇമേജുകളായി പ്രിന്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോളിഡ് ഇങ്ക് പ്രിന്റേഴ്സ് ഓൾസോ നോൺ ആസ് എ ഫേസ് ചേഞ്ച് പ്രിന്റർ ആർ ദ ടൈപ്പ് ഓഫ് എ തെർമൽ ട്രാൻസ്ഫർ പ്രിന്റർ. They use solid sticks of CMYK colored ink. CMYK stand for cyan, magenta, yellow and key or black. ഫേസ് ചേഞ്ച് പെയിന്റർ എന്നൊരു പേരും കൂടെ ഈ സോളിഡ് ഇങ്ക് പ്രിന്റേഴ്സിനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സിയാൻ, മജന്റ, യെല്ലോ കളറുകളുടെ ഒരു സോളിഡ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. The print head spray the ink on a rotating oil-coated drum. The paper then passes over the print drum. ഇവിടെ കാണുന്നത് പോലെ സോളിഡ് സ്റ്റിക്കിൽ നിന്നും പ്രിന്റ് ഹെഡിലെത്തിയ കളറുകൾ, പ്രിന്റ് ഹെഡിലെത്തിയ ഇങ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിൽ കോട്ടഡ് ആയ ഡ്രമ്മിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ദെൻ ഈ ഡ്രമ്മിന്റെ മുകൾ ഭാഗത്തൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറിലേക്ക് ഈ ഇങ്കുകൾ വ്യാപിച്ച് കളറുകൾ, ലെറ്റേഴ്സുകളായി പ്രിന്റ് ചെയ്യപ്പെടുന്നു. Solid ink printers are most commonly used as a color office printers, and solid ink printers can produce excellent results. Solid ink printers are most commonly used as a color office printers, and it can produce excellent results. കൂടുതൽ കളറുകൾ പ്രിന്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിലാണ് കോമൺലി സോളിഡ് ഇങ്ക് പ്രിന്റേഴ്സ് ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ ഇതിൽ പ്രിന്റ് ചെയ്യപ്പെടുന്നത് വളരെ എക്സലന്റ് റിസൾട്ടുകളാണ് എന്നതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വരുന്ന പ്രിന്റർ ആണ് ഡൈ സബ്ലിമേഷൻ പ്രിന്റേഴ്സ്. ഡൈ നമുക്കറിയാം, ചായങ്ങൾ അല്ലെ. ഹിയർ ഹീറ്റ് ഈസ് എംപ്ലോയ്ഡ് ടു ട്രാൻസ്ഫർ ഡൈ ഓൺ ടു പ്ലാസ്റ്റിക് ഓർ കാർഡ്സ് ഓർ പേപ്പർ ആൻഡ് ഫാബ്രിക്സ്. പ്ലാസ്റ്റിക്കുകളിലേക്ക്, അതുപോലെ പേപ്പറുകളിലേക്കും മറ്റു കാർഡുകളിലേക്കൊക്കെ ഡൈ, ചായങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹീറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചായങ്ങൾ സ്പ്രേ ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. A dye sublimation printer or dye sub printer is a printer which uses heat to transfer dye to a medium such as plastic card, paper and canvas. ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം മെറ്റീരിയലിലേക്ക് ഈ ഒരു ചായങ്ങൾ സ്പ്രേ ചെയ്യുന്നത്. The process is usually to lay one color at a time using a ribbon that has color panels. കളർ പാനൽസുകളുള്ള റിബൺ ഉപയോഗിച്ച് ഒരു സമയത്ത് ഒരു കളർ മാത്രമാണ് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ക്രമേണ മറ്റു കളേഴ്സുകൾ അതിൽ പ്രിന്റ് ചെയ്യപ്പെടുകയാണ്. ഡൈ സബ് പ്രിന്റേഴ്സ് ആർ ഇന്റൻഡഡ് പ്രൈമറിലി ഫോർ ഹൈ ക്വാളിറ്റി കളർ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് കളർ ഫോട്ടോഗ്രാഫി. വളരെ ഹൈ ക്വാളിറ്റി കളർ പ്രിന്റിംഗ് ആവശ്യമുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഡൈ സബ്ലിമേഷൻ പ്രിന്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇന്ന് കളർ ഫോട്ടോഗ്രാഫിയിൽ അടക്കം ഉപയോഗിച്ചു വരുന്ന രീതി ഡൈ സബ്ലിമേഷൻ പ്രിന്റേഴ്സ് ആണ്.
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ് പ്രിന്റേഴ്സ്. ഇങ്ക് ഉപയോഗിക്കാതെ പ്രിന്റിംഗ് നടത്തുന്ന പ്രിന്റേഴ്സാണ് ഇംഗ്ലീഷ് പ്രിന്റേഴ്സ്. ഇതിൽ പ്രധാനമായി 2 തരം പ്രിന്റേഴ്സാണ് വരുന്നത്, തെർമൽ പ്രിന്റേഴ്സ് ആൻഡ് UV പ്രിന്റേഴ്സ്. ഇതിൽ ഫസ്റ്റ് തെർമൽ പ്രിന്റേഴ്സ്. തെർമൽ പ്രിന്റേഴ്സ് വർക്ക് ബൈ സെലക്റ്റീവ്ലി ഹീറ്റിംഗ് റീജിയൻ ഓഫ് സ്പെഷ്യൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ. ഹീറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറിന്റെ ചില ഏരിയകൾ ഹീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നത്. മോണോക്രോം തെർമൽ പ്രിന്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ക്യാഷ് രജിസ്റ്റേഴ്സ് ആൻഡ് ATM. മോണോക്രോം സിംഗിൾ കളർ തെർമൽ പ്രിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് പ്രധാനമായും ക്യാഷ് രജിസ്റ്റേഴ്സുകളിലും അതുപോലെ ATMകളിലുമാണ്. ദെൻ കളേഴ്സ് ക്യാൻ ബി അച്ചീവ്ഡ് വിത്ത് സ്പെഷ്യൽ പേപ്പർ ആൻഡ് ഡിഫറെന്റ് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റിംഗ് റേറ്റ്സ് ഫ്രം ദ ഡിഫറെന്റ് കളേഴ്സ്. ഇംഗ്ലീഷ് പ്രിന്റേഴ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇവിടെ കളർ ലഭിക്കുന്നു? കളർ ലഭിക്കുന്നത് ഇത്തരം ഹീറ്റ് സെൻസിറ്റീവ് സ്പെഷ്യൽ പേപ്പറിൽ നിന്നാണ്. അത് ഡിഫറെന്റ് അളവിൽ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഡിഫറെന്റ് ടെമ്പറേച്ചർ ലഭിക്കുന്നതിനനുസരിച്ച് ഡിഫറെന്റ് കളറുകൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ വരുന്ന മറ്റൊരു പ്രിന്ററാണ് UV പ്രിന്റേഴ്സ്. UV printers are English printers which use a special reusable paper coated with a few micrometers of UV light sensitive chemicals. ഇവിടെ അൾട്രാവയലറ്റ് ലൈറ്റിനെ സെൻസിറ്റീവ് ചെയ്യാൻ കഴിയുന്ന ചില കെമിക്കൽസുകളുടെ സഹായത്തോടു കൂടിയാണ് കളറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പ്രിന്റിംഗ് നടക്കുന്നത്. ഇവിടെ അൾട്രാവയലറ്റ് ലൈറ്റിനെ സെൻസിറ്റീവ് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ കെമിക്കൽസുകൾ കോട്ട് ചെയ്യപ്പെട്ട റീയൂസബിൾ പേപ്പേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് പ്രിന്റിംഗ് നടക്കുന്നത്. The UV printers use special UV light bar which able to റൈറ്റ് ചെയ്യാൻ കഴിയുന്ന, കോപ്പി ചെയ്യാൻ കഴിയുന്ന ഇത്തരം സ്പെഷ്യൽ UV ലൈറ്റ് ബാറുകളാണ് ഇവിടെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായി പറഞ്ഞത് കമ്പ്യൂട്ടർ സ്പീക്കറാണ്. ദെൻ പ്രിന്റർ, അതിന്റെ ഡിഫറൻസ് ടൈപ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ ഓപ്പറേറ്റിംഗ് പ്രോസസ്സ് ഒന്നും നമുക്ക് അത്ര ഡെപ്തായി അറിയേണ്ട ആവശ്യമില്ലെങ്കിലും ഒരു ജനറൽ ആയിട്ട് ഒരു essay രൂപത്തിൽ, ഒരു പാരഗ്രാഫ് രൂപത്തിലൊക്കെ ഒരു പ്രിന്റേഴ്സ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ്, അതിന്റെ ഫീച്ചേഴ്സിലൊക്കെ കമ്പാരിസണൊക്കെ ഒരു പക്ഷേ ചോദിച്ചേക്കാം. അപ്പോൾ ഓക്കെ, ലെറ്റ് us wind up here. Let us discuss next part in coming videos. Okay, thank you. Have a nice day.